നമസ്കാരം. മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. കന്മദം, ആറാം തമ്പുരാൻ, സമരൻ ബത്ലഹേം, കണ്ണെഴുതി പൊട്ടും തൊട്ട് തുടങ്ങി അനവധി കരുത്തുറ്റ സ്ത്രീ കഥാപാത്രങ്ങളിൽ മഞ്ജു ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയുടെ മുഖമായി മാറിയ കലാകാരിയാണ്. ഒരു തിരിച്ചുവരവ് മലയാളികൾ പ്രതീക്ഷിച്ചിരുന്നപ്പോഴാണ് നർത്തകി കൂടിയായ മഞ്ജു ഗുരുവായൂർ ക്ഷേത്രത്തിൽ നൃത്തം അവതരിപ്പിച്ചുകൊണ്ട് കലാമേഖലയിൽ സജീവമാകുന്നത്. ഇന്ന് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു ബ്രാൻഡ് നെയിമായി മഞ്ജു വാര്യർ എന്ന പേര് മാറിക്കഴിഞ്ഞു. സല്ലാപത്തിലെത്തിയ ആ പാവാടക്കാരിയുടെ പ്രായം തന്നെയാണ് മഞ്ജുവിന് ആരാധക മനസ്സിലുള്ളത്. സിനിമാ ലോകത്ത് ഒരുപാട് കംബാക്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും മലയാളികൾ ഏറ്റവും അധികം ആഘോഷിച്ച തിരിച്ചുവരവ് മഞ്ജു വാര്യരുടേതാണ്. റോഷൻ ആൻഡ്രൂസിന്റെ ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തേക്ക് മടങ്ങിയെത്തിയ മഞ്ജുവിന് മലയാളികൾ നൽകിയ സ്നേഹം വളരെ വലുതായിരുന്നു. മലയാളത്തിന് പുറമെ തമിഴ്, ഹിന്ദി ചിത്രങ്ങളിലേക്ക് തന്റെ സാന്നിധ്യം അറിയിക്കാൻ ഒരുങ്ങുന്ന മഞ്ജുവിന്റെ പിറന്നാൾ ദിവസമാണിന്ന്. 46-ലും ആ പാവാടക്കാരുടെ ചുറുചുറുക്ക് മാഞ്ഞു പോയിട്ടില്ല. മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ നേരിലുള്ള മഞ്ജുവിന്റെ പിറന്നാൾ ആശംസകളുമായി എത്തിയിരിക്കുകയാണ് ചലച്ചിത്ര ലോകവും ആരാധകരും. മഞ്ജുവിന്റെ ഈ പിറന്നാൾ താരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യലാണ്. മഞ്ജുവും ദിലീപും വേർപിരിഞ്ഞതിനു ശേഷം മീനാക്ഷി ദിലീപിനൊപ്പമാണ് താമസിക്കുന്നത്. അമ്മയും മകളും തമ്മിലുള്ള ആ ഒരു വേർപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മലയാളികളെ കണ്ണ് നിറയിച്ച ഒരു സംഭവമാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മീനാക്ഷി MBBS ബിരുദവും നേടിയത്. അതിന്റെ സന്തോഷം ദിലീപ് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ അമ്മയോടുള്ള പിണക്കം മറന്ന മീനാക്ഷിയും മഞ്ജുവും പരസ്പരം ഫോളോ ചെയ്തിരുന്നു. എന്നാൽ തൊട്ടു പിന്നാലെ മീനാക്ഷി അൺഫോളോ ചെയ്തെങ്കിലും മഞ്ജു ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. മീനാക്ഷി ഡോക്ടർ മീനാക്ഷി ഗോപാലകൃഷ്ണൻ ആയതിനു പിന്നീട് കാവ്യ മാധവന്റെ ലക്ഷ്യ ബ്രാൻഡിന്റെ മോഡലായി മാറിയിട്ടുണ്ട്. വളരെ കുറച്ചു നാളുകൾ മാത്രമേ ആകുന്നുള്ളൂ മീനൂട്ടി ഈ പരീക്ഷണത്തിന് ഇറങ്ങിയിട്ട്. പ്രത്യേക ഫോട്ടോഷൂട്ട് നടത്തിയ ഫോട്ടോസ് ഇടയ്ക്കിടെ മീനാക്ഷിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നു പോകാറുണ്ട്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ചിത്രങ്ങളുടെ ആദ്യ സെറ്റ് എത്തിച്ചേർന്നത്. ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ ചിലരെങ്കിലും അമ്മ മഞ്ജു വാര്യറുള്ള മീനാക്ഷിയുടെ ചിത്രങ്ങൾ ഇവിടെ വന്ന് അന്വേഷിക്കാറുണ്ട്. ചിത്രങ്ങൾക്കെല്ലാം മഞ്ജു മുടങ്ങാതെ ലൈക്കും നൽകാറുണ്ട്. മീനാക്ഷി ദിലീപിന്റെ പോസ്റ്റുകളിൽ ആരാധകരുടെയും പ്രേക്ഷകരുടെയും കണ്ണുകൾ പായുന്നത് ചിത്രങ്ങളെക്കാൾ ആ ചിത്രങ്ങൾക്ക് മീനൂട്ടിയുടെ അമ്മ മഞ്ജു വാര്യർ ലൈക്ക് ചെയ്തു എന്നറിയാനാണ് ആഗ്രഹിക്കുന്നത്. ഇത്തവണ മഞ്ജുവിന് മീനാക്ഷി നൽകുന്ന പിറന്നാൾ സമ്മാനം എന്താകുമെന്നറിയാൻ ആരാധകർ ഉറ്റുനോക്കുന്നുണ്ട്. കാരണം വർഷങ്ങൾക്കിപ്പുറം അമ്മയും മകളെ മനസ്സിൽ ഒളിപ്പിച്ച ആ സ്നേഹം ദിലീപ് പോലും അറിയാതെ പുറത്തേക്ക് വരുന്ന ചില നിമിഷങ്ങൾ മലയാളികൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മഞ്ജുവിന്റെ ജന്മദിനത്തിന് തലേന്നാൾ മകൾ മീനാക്ഷി തന്റെ ഏതാനും ധാവണി ചിത്രങ്ങളും ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായുള്ള പതിവെന്നോണം മഞ്ജു വാര്യർ ഈ ചിത്രങ്ങൾക്ക് ലൈക്ക് അടിച്ചിട്ടുണ്ട്. കൂടാതെ ഇത്തവണത്തെ പിറന്നാൾ പതിവിലേറെ കളറാക്കിയിരിക്കുകയാണ് മഞ്ജു വാര്യർ. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന സംവിധായകൻ TJ ജ്ഞാനവേലിന്റെ വരാനിരിക്കുന്ന ആക്ഷൻ ഡ്രാമ ചിത്രം വേട്ടയാനിൽ നിന്നുള്ള ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആദ്യ ട്രാക്ക് ഒടുവിൽ എത്തിയിട്ടുണ്ട്. ഡപ്പാങ്കുത്തിന്റെ അംശം നിറഞ്ഞ ഈ സമ്പൂർണ്ണ തലൈവർ ഷോയാണിത്. കൂടെ മഞ്ജു വാര്യരും. രജനീകാന്തിന്റെ ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ജയിലറിന്റെ വർമ്മൻ എന്ന കഥാപാത്രം പതിവായി ഉപയോഗിക്കുന്ന മനസ്സിലായോ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഗാനം ഞൊടിയിടയിൽ ഹിറ്റായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിൽ ഒക്ടോബർ 10-ന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ വേട്ടയാൻ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.